മുബഷീർ, നിലമ്പൂരിൽ എന്തൊക്കെ വിലപ്പോവുമെന്ന് കൃത്യമായി മനസ്സിലാക്കി പരസ്പര ആരോപണങ്ങളുമായി മുന്നണികളെല്ലാം രംഗത്തുണ്ട്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അത് ഏറ്റുപിടിച്ചിരിക്കുന്നു UDF, അല്ലേ? തീർച്ചയായും റോഷ്നി, വികസന മുരടിപ്പ് UDF ഒരേ ഘട്ടത്തിൽ ചർച്ചയാക്കുന്നതിനോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ ഒരു പ്രസ്താവന അത് ആ ഒരു ഘട്ടത്തിൽ തന്നെ വിവാദമായത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി LDFന്റെയും UDFന്റെയും നേതാക്കൾ രംഗത്ത് വന്നതായിരുന്നു. അത് വീണ്ടും ചർച്ചയാക്കാൻ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൺവെൻഷനുകളായിരുന്നു ഈ കടന്നാക്രമങ്ങളുടെ തുടക്കമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് റോഷ്നി. ആദ്യഘട്ടത്തിൽ LDFന്റെ കൺവെൻഷൻ നടന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ സംസാരിക്കുന്നു. UDFനുള്ളിലെ വിശിഷ്യ കോൺഗ്രസിനുള്ളിലെ അനൈക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ, കേരളത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കുറിച്ച് പറഞ്ഞു പോകുന്നു. അതേ വേദിയിൽ വെച്ച് തന്നെ UDF സംഘടിപ്പിച്ച കൺവെൻഷനിൽ വെച്ച് KC വേണുഗോപാൽ പറഞ്ഞതിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം വന്നിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ജനവിരുദ്ധ വികാരം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും, ജനങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കുമെന്നുള്ളതായിരുന്നു KC പറഞ്ഞിരുന്നത്. അത് ഏറ്റുപിടിക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുമുണ്ടായിരുന്നത്. സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഇന്നലെ തന്നെ അതിൽ പ്രതികരണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് പിൻവലിച്ചുകൊണ്ട് പിണറായി മാപ്പ് പറയണമെന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് UDF നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. PK കുഞ്ഞാലിക്കുട്ടി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിക്കുന്നോ എന്നൊരു ചോദ്യം കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. പല ആളുകളും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ജനങ്ങൾ ഇതൊക്കെ തന്നെ നോക്കിക്കാണുന്നുണ്ടെന്ന അഭിപ്രായത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നു. മുൻകാലങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം മലപ്പുറത്തിനെതിരെ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കാര്യത്തിൽ PK ബഷീർ MLA ലീഗ് നേതാവിന്റെ പ്രതികരണം. അതിന്റെ ഒരു തുടർച്ചയാണ് പിണറായി പറഞ്ഞത്. നേരത്തെ VS അച്യുതാനന്ദൻ മലപ്പുറത്തെ കുട്ടികളൊക്കെ തന്നെ കോപ്പിയടിച്ചുകൊണ്ടാണ് പരീക്ഷയിൽ വിജയിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിനെയും ഉണ്ടാകും എന്നുള്ളതാണ് PK ബഷീറും പറയുന്നത്. VD സതീശൻ അതിഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോപണമാക്കി ഇത് മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് സംഘപരിവാറിന്റെ അജണ്ടയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് പറയാൻ പ്രേരിപ്പിച്ചത്. ദേശവിരുദ്ധ ശക്തികൾക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ ഇവിടെയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലൂടെ സംഘപരിവാർ ആശയമാണ് മുഖ്യമന്ത്രി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിലെ കിഴക്കനേറനാട് എന്ന് പറയപ്പെടുന്ന നിലമ്പൂരിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ജില്ലയുമായി ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാകാറുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും വീണ്ടും പ്രതിപക്ഷ കക്ഷി കൂടിയായിട്ടുള്ള UDF ഏറ്റുപിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കി, പ്രചാരണ ആയുധമാക്കി UDF മാറ്റുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് അതിനെ CPM പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. അതായത് M സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് തന്നെ അതിനെ എതിർത്തിരുന്ന നേതാക്കളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. ഈ പറയപ്പെടുന്ന ഇവിടെയുള്ള മുൻ MLA ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളുകൾ, ആര്യാടൻ മുഹമ്മദിനെ പോലെ ആളുകൾ ഉൾപ്പെടെ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത ആളുകളാണ്. സംഘശക്തിയോടൊപ്പം ചേർന്നതുകൊണ്ട് ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു മറുചോദ്യം LDFന്റെ CPMന്റെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. A വിജയരാഘവൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്തും സമാനമായ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ആരോപണങ്ങളുമായി ഒരു ഭാഗത്ത് UDF പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ അതിനെ CPM നേതാക്കൾ പ്രതിരോധിക്കുന്നത് ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിലമ്പൂരിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമെന്നില്ല. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ, വികസന മുരടിപ്പ് പോലെയുള്ള വിഷയങ്ങൾ നിലമ്പൂരിൽ ഉണ്ടെന്നും UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റോഷ്നി, ഇതാണ് ആ ചർച്ച. മുബഷീർ P. അക്ബറാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം UDF വലിയ രീതിയിൽ ആയുധമാക്കുമ്പോൾ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് CPIM അതിനെ പ്രതിരോധിക്കുന്നത്.